ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പിയാണ്. ചിക്കൻ ഫ്രൈഡ് ബിരിയാണിയാണ്. നമുക്ക് സവാളയൊന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ ദം ബിരിയാണിയാണ്. എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മസാല തേച്ച് വെച്ചിരിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കനാണ്. അത് നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലകളൊന്നും ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരല്പം കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, ഇനി 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും ഇട്ട്, പിന്നെ ഞാനൊരു ഒന്നി നാരങ്ങ നീര് അല്ലെങ്കിൽ വിനിഗർ, ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം വിനിഗറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരല്പം 1.5 ടേബിൾ സ്പൂണോളം തൈര്, പുളിയില്ലാത്ത തൈരാണ് യൂസ് ചെയ്യുന്നത്. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇത് ഇത്രയും കൂടെ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ മസാലയൊന്ന് ചിക്കനിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ മസാലയെല്ലാം നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് വയ്ക്കാം. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നില്ല. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കില്ലെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല. ഇനി നമുക്ക് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കൊരു 2-3 ബാച്ചായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബിരിയാണിക്കുള്ള മസാല ഫ്രഷായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ എല്ലാ സ്പൈസസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അതൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ഞാൻ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ചിക്കൻ പൊരിച്ച അതേ എണ്ണയിൽ തന്നെ നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സവാള വഴറ്റിയെടുക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ ബിരിയാണിക്കുള്ള സവാള എല്ലാം ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഒരു 6 വലിയ സവാള ഇതേപോലെ നീളത്തിന് അരിഞ്ഞെടുത്തതിന് ഒരു 2-3 ബാച്ചാകുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ചോറൊന്ന് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കൈമ റൈസാണ്. അപ്പോൾ അത് ഞാനിവിടെ 2.5 ഗ്ലാസ് കൈമ റൈസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നീ നിങ്ങൾക്ക് വെള്ളത്തിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് തോനെയും വെള്ളത്തിലിട്ട് ഊറ്റിയെടുത്തിട്ട് നമുക്ക് അങ്ങനെയും ബിരിയാണി ദമ്മിടാം. ഞാനിവിടെ ഇന്ന് എളുപ്പത്തിൽ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിൽ പെട്ടെന്ന് ഒരു വിസിൽ അടിച്ചിട്ട് എന്നാൽ വെന്ത് പോകത്തുമില്ല, കുഴഞ്ഞൊന്നും പോവാതെ നല്ല രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഇത് വെള്ളത്തിൽ അരി കുതിർത്ത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ 2.5 ഗ്ലാസ് അരി എടുത്തതിന് ശേഷം നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ സമയത്ത് കുക്കറിൽ ഈ 2.5 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് എടുക്കേണ്ടുള്ളത്. പക്ഷേ 5 ഗ്ലാസ് വെള്ളം എടുക്കരുത്. കുക്കറിൽ വേവിക്കുമ്പോൾ എപ്പോഴും 1 ഗ്ലാസ് കുറച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. 4 ഗ്ലാസ് വെള്ളം കുക്കറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരല്പം നെയ്യും ഒരു ഗ്രാമ്പൂ, പട്ട, പിന്നെ ഒരല്പം മല്ലിയിലയും പുതിനയിലയും, പിന്നെ കുറച്ച് നമ്മളിപ്പോൾ പൊടിച്ച ഫ്രഷ് ഗരം മസാലയൊന്ന് കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് കുക്കറിൽ അടച്ചു വെച്ചിട്ട് ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ സവാളയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, അതും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും, പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതും നമുക്ക് അടിച്ചെടുക്കേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് 2-3 കഷ്ണമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി വെക്കാനുള്ള പാത്രം എടുക്കുക. അതിലോട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൈസസ് ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ ഇനി സ്പൈസസ് ഇട്ട് കൊടുക്കുന്നില്ല.
നമ്മൾ അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ കഴിക്കുന്ന സമയത്ത് ഇടയിലൊക്കെ കിട്ടും. അതിനെക്കാട്ടി നമ്മൾ മസാലയിലൊക്കെ എല്ലാ സ്പൈസസും ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് സ്പൈസസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ എണ്ണ ചൂടായി കിടക്കുന്ന എണ്ണയാണ്. അപ്പോൾ എണ്ണ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 2-3 പച്ചമുളക് അല്ലാതെ മുഴുവനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ തക്കാളിയും കൂടെ അതേ സെയിം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് അതേ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതും കൂടെ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ആ തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി അത് തന്നെ കുറച്ച് മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പും കൂടെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. നമുക്കത് ലാസ്റ്റ് ബിരിയാണിയുടെ ഇടയിൽ ദം ചെയ്യുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തക്കാളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഇനി ഇതിലോട്ട് മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ എരിവുള്ള മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഫ്രഷ് മസാല ഒരു ടേബിൾ സ്പൂണോളം അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ല രീതിയിൽ സിമ്മിലിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം മസാലയുടെ പച്ചമണം മാറി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം തൈര് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മസാല ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനിൽ പിടിക്കുന്നവരെ ഒരു 5 മിനിറ്റ് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തതാണ്, അപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ചിക്കനിൽ മസാല പിടിക്കുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആൾറെഡി നമ്മൾ ചിക്കനൊക്കെ വെന്തിട്ടുള്ളതാണ്. ആ ഒരു മസാല ഒന്ന് പിടിച്ചാൽ മതിയാകും. നമ്മളെ ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് ചിക്കനിലെല്ലാം നല്ല മസാല പുരണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ കുറച്ച് ഇതിൽ നിന്ന് തെളിഞ്ഞ് നിൽക്കുന്ന എണ്ണ ഒന്ന് ഒരു ചെറിയൊരു ബൗളിലോട്ട് ശകലം ഒന്നെടുത്ത് മാറ്റാം. നമുക്ക് ദം ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിവിടെ ബിരിയാണിയിൽ വേറെ കളറൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു കളർ മാത്രമാണ് ചേർക്കുന്നത്. നമ്മളെ ഈ ബിരിയാണിയുടെ ഈ ഒരു എണ്ണ ഇടയ്ക്ക് ചേർക്കുമ്പോൾ തന്നെ നമ്മളെ ബിരിയാണി റൈസിന് നല്ലൊരു കളർ കിട്ടും. ഇപ്പോൾ കുറച്ച് ഇതേപോലെ എണ്ണ ഒന്ന് കോരിയെടുക്കുന്നുണ്ട്, അല്പം മതിയാകും. അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ റൈസ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ കുക്കർ ഒരു വിസിൽ വന്ന് ഞാൻ ഓഫാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ദം ചെയ്യാം. ഇപ്പോൾ നമ്മളെ റൈസ് വെന്തിട്ടുണ്ട്, നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഓവർ കുക്കായിട്ടും ഇല്ല, കുഴഞ്ഞു പോയതൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ദമ്മിടാൻ തുടങ്ങും. അപ്പം ഞാൻ അടിയിലൊരു ബേസ് വെച്ചിട്ടുണ്ട്. നമ്മൾ വരട്ടിയ ദോശയൊക്കെ ചുടുന്ന ഒരു പാന് അടിയിൽ വെച്ചിട്ടാണ്. അതിൻ്റെ മുകളിൽ വേണം ഈ ചിക്കൻ മസാലയുടെ പാത്രം വയ്ക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഒരു അല്പം പകുതിയോളം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ കുറച്ച് ഓയിൽ കോരി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാലയും അല്പം മല്ലിയില, പുതിനയില, പിന്നെ കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്തതും മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് അതും ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ബാക്കിയുള്ള ചോറെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് മുകളിലും പിന്നെ നെയ്യും ഇട്ട് കൊടുക്കണം. 2-3 ടേബിൾ സ്പൂൺ നെയ്യും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഓയിലും എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫോയിൽ പേപ്പർ വെച്ച് ഞാൻ മുകളിൽ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തതിന് ശേഷം
പിന്നെ ഇതിൻ്റെ അടപ്പ് വെച്ച് മുകളിലൊരു വെയിറ്റും വെച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ദം ചെയ്തിടാം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്ത് സെർവ് ചെയ്യാവൂ. അപ്പോൾ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോയിൽ പേപ്പറെല്ലാം മാറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സർവിങ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു ബിരിയാണി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇതേപോലത്തെ നല്ല നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.